ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച് ആ ജനത്തിനു മാത്രമായി ദൈവം നൽകിയ പ്രവചന ദൂതുകൾ അടങ്ങിയ പുസ്തകങ്ങൾ ഇന്ന് നാം പഠിക്കേണ്ടതുണ്ടോ? ഇതിലെ ഭാഷകളും ശൈലികളും നമുക്ക് മനസ്സിലാകാത്തത് ആണല്ലോ. പിന്നെ എന്തിന് നാം ഇത് വായിക്കണം? അനേകർക്കുമുള്ള ഒരു വലിയ സംശയമാകുന്നു ഇത്. ജീവസന്ദേശത്തിൻ്റെ യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ പഠനത്തിലേക്കാണ് ഇന്നു മുതൽ നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേൽ ജനം ബാബേൽ രാജ്യത്ത് പ്രവാസത്തിലായിരുന്നപ്പോൾ യെഹെസ്കേലിനുണ്ടായ ദൈവിക അരുളപ്പാടുകളാണ് ഈ പ്രവചന പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. വളരെ കലുഷിതമായ സാഹചര്യത്തിലും ദൈവശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുന്ന ദൈവമനുഷ്യനും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവും ദൈവമുഖം അന്വേഷിക്കുന്ന ഭക്തർക്ക് എല്ലാ കാലത്തും പ്രചോദനം നൽകുന്ന വിഷയമാകുന്നു. തൻ്റെ മഹത്വം കുറഞ്ഞുപോയതുകൊണ്ടല്ല ജനം ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്ന് ഭക്തന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം ഇവിടെ. യെഹെസ്കേൽ പുസ്തകത്തിൻ്റെ ഒരു ആമുഖ പഠനത്തോടുകൂടെ ഇന്ന് നമ്മൾക്ക് ആരംഭിക്കാം. ബൈബിളിലെ പഴയ നിയമത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക പുസ്തകത്തിൻ്റെ പഠനം ഇന്ന് നാം ആരംഭിക്കുകയാണ്. അതെ, യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ യെഹെസ്കേലിനെ ആദ്യമായി നമുക്കൊന്ന് പരിചയപ്പെടാം. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് യെഹെസ്കേൽ ഒരു പുരോഹിതനായിരുന്നു എന്നാണ്. എന്നാൽ പുരോഹിതനായി അദ്ദേഹം ഒരിക്കലും ശുശ്രൂഷ ചെയ്തതായി നാം എങ്ങും കാണുന്നില്ല. കാരണം യെഹോയാക്കീമിന് ശേഷം, യഹൂദ രാജാവായിരുന്ന യെഹോയാക്കീമിന് ശേഷം യഹൂദയെ ഭരിച്ച യെഹോയാക്കീൻ്റെ കാലത്ത് ഇദ്ദേഹത്തെയും ഒരു അടിമയാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നാം ആ ചരിത്രം വായിക്കുന്നു. യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 11-ാം ആണ്ടിലായിരുന്നു ബാബേലിൻ്റെ ആദ്യത്തെ ആക്രമണം യഹൂദയിൽ ഉണ്ടായത്. അന്ന് ദാനിയേൽ പ്രവാചകൻ പ്രവാസിയായി പിടിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം യെഹോയാക്കീൻ 3 മാസമേ ഭരണം നടത്തിയുള്ളൂ. അപ്പോഴേക്കും 2ാമത്തെ ആക്രമണം നടന്നു. BC 597 നടന്ന ഈ നാടുകടത്തലിൽ യെഹെസ്കേൽ ഒരു അടിമയായി ബാബേലിലെത്തി. യിരെമ്യാവിനും ദാനിയേലിനും സമകാലീനനായിരുന്നു യെഹെസ്കേൽ. ഈ സമയത്ത് യിരെമ്യാവ് വയോവൃദ്ധനായി കഴിഞ്ഞിരുന്നു എന്നാണ് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഹൂദ രാജാവായിരുന്ന യോശിയാവിൻ്റെ വാഴ്ചക്കാലത്തൊരു യുവാവായിരിക്കുമ്പോൾ, യിരെമ്യാവിൻ്റെ ആ ഭാഷയിൽ പറഞ്ഞാൽ ബാലനായിരിക്കുമ്പോൾ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ചതാണ് യിരെമ്യാവ്. അവൻ യെരുശലേമിലെ ശേഷിപ്പിനൊപ്പം യഹൂദ ദേശത്ത് തന്നെ പാർത്തു. എന്നാൽ ഒടുവിൽ മിസ്രൈമിലേക്ക് അവർ അവനെ കൊണ്ടുപോയി എന്ന് നാം ചരിത്രത്തിൽ നിന്നും പഠിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് യിരെമ്യാവിൻ്റെ ശുശ്രൂഷ മിസ്രൈമിലായിരുന്നു. യഹൂദയിലെ ശേഷിപ്പിന് ഇടയിലായിരുന്നു അവൻ അന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്, മിസ്രൈമിൽ ആയിരുന്ന യഹൂദ ശേഷിപ്പിനിടയിൽ. ഈ സമയത്ത് ദാനിയേൽ ബാബേൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ സേവനത്തിനായി നിയമിക്കപ്പെടുകയും ഒടുവിൽ അവിടെ മന്ത്രിയായി തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യെഹെസ്കേൽ അപ്പോൾ ബാബേൽ നദികളുടെ തീരത്തേക്ക് കൊണ്ടുവന്ന പ്രവാസികളുടെ കൂടെ ആയിരുന്നു, അടിമകളുടെ കൂടെ. അവർക്കിടയിലായിരുന്നു അവൻ്റെ പ്രവാചക ശുശ്രൂഷ. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ ബാബേൽ നദികൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ബാബേലിൽ ജലസേചനത്തിനായി ഈ അടിമകളെ കൊണ്ട് കനാൽ വെട്ടിക്കുന്ന അല്ലെങ്കിൽ തോട് വെട്ടിക്കുന്ന പണിയായിരുന്നു അന്ന് ബാബേൽ രാജ്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് അവർ വെട്ടിയ ആ തോടുകളെയാണ് നദികളെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ബാബേലിലെ യഹൂദ ശേഷിപ്പിൻ്റെ കീർത്തനമാണ് 137-ാം സങ്കീർത്തനം എന്നോർക്കണം. നാം അവിടെ വായിക്കുന്നുണ്ടല്ലോ, ബാബേൽ നദികളുടെ, അതായത് ആ തോടുകളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു.
എന്നാൽ ഇതേ സമയത്ത് യെഹെസ്കേൽ എഴുതുന്നത് എന്താണെന്ന് അറിയാമോ? സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്നത്രേ. ഇത് തമ്മിൽ എത്ര വൈരുദ്ധ്യമായിരിക്കുന്നില്ലേ? ഈ ജനത തങ്ങളുടെ കിന്നരങ്ങളെ മരത്തിൽ തൂക്കിയിട്ട് വിലപിക്കുവാൻ തുടങ്ങുമ്പോൾ യഹോവയുടെ ദർശനം കണ്ട യെഹെസ്കേൽ ഇതാ ദൈവിക ദർശനങ്ങളെ കൂടുതലായി കാണുന്നു. ഒരേ സാഹചര്യം, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഇന്നും ഇത് ഒരു യാഥാർത്ഥ്യമാണല്ലേ? ഒരുപോലെയുള്ള കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തെ അറിയാത്ത ജനത്തിന് പാട്ടില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ജീവനുള്ള ദൈവത്തെ കാണുന്ന ദൈവമക്കൾക്ക് അതേ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ പാട്ടുണ്ട്. ദൈവിക ദർശനങ്ങളെ കൂടുതൽ കാണുവാനുള്ള സാഹചര്യം അവർക്കപ്പോൾ ലഭിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ അതാണ് ചെയ്തത്. യെഹെസ്കേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തും എന്നത്രേ. ഇനിയും യെഹെസ്കേൽ നൽകുന്ന ദൂതിനെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ഇവരൊക്കെയും പ്രവാചകന്മാരായിരുന്നു. എന്നാൽ ഇവർക്ക് ഓരോരുത്തർക്കും ചില പ്രത്യേക ജനസമൂഹത്തോട് വളരെ പ്രത്യേകവും വ്യക്തിപരവുമായ ശുശ്രൂഷയാണ് ഉണ്ടായിരുന്നത്. പ്രത്യക്ഷമായി ഇവർ ഒരിക്കലും പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല. ബാബേലിൽ നിന്നും മൈലുകൾക്കകലെ കെബാർ നദീതീരത്ത് പാർത്തിരുന്ന ബാബേലിലെ യഹൂദ ശേഷിപ്പിനോട് ദാനിയേൽ വളരെ താല്പര്യമുള്ളവനും അവരുടെ രക്ഷകനുമായിരുന്നു. രക്ഷകൻ എന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്കൊരു പരിഹാരം വരുത്തുവാൻ ശ്രമിക്കുന്ന ഒരുവൻ എന്ന അർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ടും താൻ എപ്പോഴെങ്കിലും യെഹെസ്കേലിനോടൊപ്പം പ്രവാസത്തിൽ കഴിഞ്ഞ അവരെ സന്ദർശിച്ചതായി ദാനിയേലിൻ്റെ പുസ്തകത്തിലെ രേഖകളിൽ എങ്ങും നാം കാണുന്നില്ല. എന്നാൽ ദാനിയേലും യിരെമ്യാവും പരസ്പരം അറിഞ്ഞിരുന്നോ? അതെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും അവൻ യിരെമ്യാവിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബാലനായിരിക്കെ ദാനിയേൽ യെരുശലേമിൽ വെച്ച് യിരെമ്യാവിനെ ശ്രദ്ധിച്ചിരിക്കാം. പ്രവാസത്തിൽ പോകുന്ന സമയത്ത് യെഹെസ്കേൽ ഒരു യുവാവായിരുന്നു. അവനും യിരെമ്യാവിനെ കേട്ടിരിക്കാം. എന്നാൽ യെഹെസ്കേലിന് വ്യക്തിപരമായി ദാനിയേലിനെ പരിചയമുണ്ടായിരുന്നില്ല. മറ്റെല്ലാ പ്രവാചക പുസ്തകങ്ങളെക്കാൾ ആത്മീയമായി ഉയർന്ന ദൂതാണ് യെഹെസ്കേലിൻ്റേത്. അതിന് കാരണം ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ അവൻ പ്രത്യേകമായി വിശദീകരിക്കുന്നു എന്നതാണ്. ആരോ പറഞ്ഞിട്ടുണ്ട്, യെഹെസ്കേൽ ദൈവാത്മാവിൻ്റെ പ്രവാചകനാണ്, യെശയ്യാവ് ദൈവപുത്രൻ്റെ പ്രവാചകനാണ്, യിരെമ്യാവ് പിതാവായ ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന്. ഞാനിവിടെ ഒരു ഉപദേശം സ്ഥാപിക്കുകയല്ല. അവരുടെ പ്രവചനത്തിൻ്റെ അല്ലെങ്കിൽ ആ ദൂതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രവാസത്തിൻ്റെ ആദ്യത്തെ വർഷത്തിൽ കള്ളപ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു, ജനങ്ങൾ യെരുശലേമിലേക്ക് തിരികെ പോകുമെന്നും അവരുടെ പട്ടണം, അതായത് യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെടുകയില്ല എന്നുമൊക്കെ. ബാബേലിൻ്റെ രണ്ടാമത്തെ ആക്രമണ സമയത്ത് പോലും പട്ടണം നശിപ്പിക്കപ്പെട്ടിരുന്നില്ല, അതായത് BC 586 വരെ. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം നെബൂഖദ്നേസർ പട്ടണത്തെ ആക്രമിച്ചപ്പോൾ അവൻ ആ പട്ടണത്തെ തീ വയ്ക്കുകയും യെരുശലേമിനെ നശിപ്പിക്കുകയും കുപ്പക്കുന്നാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏകദേശം 10 വർഷത്തോളം ഈ കള്ളപ്രവാചകന്മാർ ജനം തിരിച്ചു വരുമെന്നും പട്ടണം നശിക്കുകയില്ല എന്നുമൊക്കെ പ്രവചിച്ചു കൊണ്ട് നടന്നു. പട്ടണം നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ് യിരെമ്യാവ് ബാബേലിലേക്ക് ഒരു സന്ദേശം നൽകുകയുണ്ടായി. യെഹെസ്കേൽ അതിനെ ശരിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് യെഹെസ്കേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമയം വന്നപ്പോൾ വളരെ ചെറിയ ഒരു ശേഷിപ്പ് മാത്രമേ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുള്ളൂ. അവർ വളരെ വിഷാദത്തോടെ യെരുശലേമിലേക്ക് മടങ്ങി. ഇനിയും യെഹെസ്കേലിൻ്റെ ശൈലി നമുക്ക് നോക്കാം. ഏകദേശം 30 വയസ്സുള്ളപ്പോൾ പ്രവാസിയായി ബാബേലിലേക്ക് പോയ യെഹെസ്കേൽ 5 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ചു എന്ന് നാം കാണുന്നു. ആ ജാതിയുടെ എല്ലാ വിധത്തിലും ഇരുണ്ട ദിനങ്ങളിൽ അവൻ അവരോട് സംസാരിച്ചു. ഒരു താഴ്വരയുടെ അന്ധകാര നിബിഡമായ മൂലയിൽ അവൻ തനിയെ നിന്നു. കള്ളപ്രവാചകന്മാർ ജനത്തിന് നൽകിയ തെറ്റായ പ്രതീക്ഷകളോടും ഈ ജനത്തിൻ്റെ പാപത്തിൻ്റെയും വിനാശത്തിൻ്റെയും ഫലമായ നിരാശാബോധത്തെയും അനാസ്ഥയെയും അവന് നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ജനം അവൻ്റെ ദൂത് ശ്രവിച്ചില്ല. അതിനവർക്ക് മനസ്സില്ലായിരുന്നു.
അതുകൊണ്ട് അവനൊരു പുതിയ രീതി സ്വീകരിച്ചു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ചെയ്തതുപോലെ ഉപമകളിലൂടെ പറയുന്നതിന് പകരം യെഹെസ്കേൽ അത് അഭിനയിച്ച് കാണിച്ചു. യഥാർത്ഥത്തിൽ വളരെ രസകരമായ ചില പ്രകടനങ്ങളാണ് അവൻ നടത്തിയത്. യെഹെസ്കേൽ പ്രവചനം 24 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ യെഹെസ്കേൽ നിങ്ങൾക്കൊരു അടയാളമായിരിക്കും, അവൻ ചെയ്തതുപോലെ ഒക്കെയും നിങ്ങളും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. ജനം അവൻ്റെ വാക്ക് കേൾക്കയില്ല, അതുകൊണ്ട് അവൻ അവർക്ക് മുന്നിൽ അഭിനയിച്ച് കാണിക്കേണ്ടതായി വന്നു. ഈ വഴിയിൽ അവൻ ജനത്തെ വളരെ ആകർഷിച്ചു. ഈ കാലത്തും ഈ വിധത്തിൽ ജനത്തെ ആകർഷിക്കുന്നവരുണ്ട്. ഇന്നിത് കൂടുതലും സമൂഹ മാധ്യമങ്ങളിലൂടെ സാധിക്കും എന്നത് ഏറെ എളുപ്പമായി. പിന്നെ ഫ്ലെക്സ് അടിച്ചും വിചിത്ര വേഷം ധരിച്ചും കൊടി പിടിച്ചിരുന്നുമൊക്കെ മനുഷ്യർ ശ്രദ്ധയും പരസ്യവും കിട്ടാൻ ശ്രമിക്കുന്നു. യെഹെസ്കേലിൻ്റെ രീതിയും ഇതായിരുന്നു. ഒരു സമയത്ത് അവനൊരു വീട്ടിനകത്ത് കതകടച്ചു പാർത്തു. പിന്നീട് മതിൽ തുരന്ന് അവൻ വീതിയിൽ പ്രത്യക്ഷപ്പെട്ട് ജനത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. തൻ്റെ സന്ദേശം എന്നിട്ട് അവൻ പങ്കുവച്ചു. അങ്ങനെയായിരുന്നു അവൻ്റെ പ്രവർത്തന രീതി എന്ന് നാം കാണുന്നു. യെഹെസ്കേൽ ദൈവമഹത്വത്തിൻ്റെ പ്രവാചകനായിരുന്നു. ഇസ്രായേൽ തങ്ങളുടെ ദേശത്തിന് വെളിയിലായിരുന്നപ്പോൾ അവരോട് ദൂതറിയിച്ച 3 പ്രവാചകന്മാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. യെഹെസ്കേൽ, ദാനിയേൽ, പിന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നുവല്ലോ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ. ഈ 3 പേരും എഴുതിയതിനെ വെളിപ്പാട് എന്ന് വിളിക്കുന്നു. ഇംഗ്ലീഷിൽ അപ്പോക്കലിപ്സ് എന്നാണ് പറയുന്നത്. ഇവർ എല്ലാവരും അങ്ങേയറ്റം പ്രതീകാത്മക ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആശ്ചര്യകങ്ങളായ ദൃഷ്ടാന്തങ്ങളിലൂടെ കാര്യം ഗ്രഹിപ്പിക്കുന്ന രീതി. മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും മഹത്വകരമായ വെളിച്ചം ഇവർ കാണുകയും ഉന്നതമായ പ്രത്യാശ ഇവർ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശലോമോൻ്റെ ആലയത്തിൽ നിന്നും ഷെക്കേന, അതായത് മഹത്വം പൊയ്പോകുന്നത് യെഹെസ്കേൽ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. എന്നാൽ അതോടൊപ്പം രാജ്യയുഗത്തിൽ, അതായത് സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവമഹത്വം മടങ്ങി വരുന്നതിനെയും യെഹെസ്കേൽ കണ്ടു. രാജ്യത്തിൻ്റെ യുഗത്തിൽ ദൈവമഹത്വം മടങ്ങി വരുന്നതിലാണ് ഈ പുസ്തകത്തിൻ്റെ അർത്ഥം നാം കാണുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്കപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് അതിൻ്റെ പിൻപേ വരുന്ന മഹത്വത്തെ യെഹെസ്കേൽ കണ്ടു. പ്രവാചകന്മാരെക്കുറിച്ച് പത്രോസ് പറഞ്ഞതുപോലെ അവർ കഷ്ടതയെ കണ്ടു, അതിനെ തുടർന്ന് വരുന്ന മഹത്വത്തെയും കണ്ടു. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും യെഹെസ്കേൽ ഇത് വ്യക്തമായി കണ്ടു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഇതിൻ്റെ വിഷയവിഭജനം ചുരുക്കമായി ഞാനൊന്ന് പറയാം. വിശദമായുള്ള വിഷയവിഭജനമുണ്ട്, പഠിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതും ഞാൻ പ്രത്യേകം പറയുന്നതാണ്. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും പ്രവാചകൻ്റെ നിയോഗത്തെക്കുറിച്ചുമാണ് നാം കാണുന്നത്. 8 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും യെരുശലേമിൻ്റെയും ഇസ്രായേലിൻ്റെയും സമ്പൂർണ്ണ പ്രവാസത്തെക്കുറിച്ചും മഹത്വം പൊയ്പോകുന്നതിനെക്കുറിച്ചുമാകുന്നു നാം പഠിക്കുവാൻ പോകുന്നത്. 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ തുടർന്നും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ജാതികളുടെ ന്യായവിധിയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. 33 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ പിന്നെയും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചും വരുവാനുള്ള രാജ്യത്തെക്കുറിച്ചും, അതായത് സഹസ്രാബ്ദ രാജ്യത്തെക്കുറിച്ചും വിവരിക്കുന്നു. ഇനി നമുക്ക് യെഹെസ്കേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് ചിന്തിക്കാം. യെഹെസ്കേൽ 1. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രദർശനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. യെഹെസ്കേൽ കണ്ട ദൈവമഹത്വത്തിൻ്റെ ദർശനം ബൈബിളിലെ എല്ലാ ദർശനങ്ങളുടെയും വളരെ നല്ലൊരു താക്കോലായിരിക്കും ഇത്. നിശ്ചയമായും ഈ പുസ്തകത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തിൻ്റെ താക്കോലാകുന്നു. പലരും ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടിത്തറ ദാനിയേൽ പ്രവചനവും ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണവുമാകുന്നു എന്നത്രേ. അത് ഒരു വിധത്തിൽ ശരിയാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് പ്രധാനമായും വെളിപ്പാട് പുസ്തകത്തിന് പിന്നിൽ നിൽക്കുന്നത് പ്രഥമമായും യെഹെസ്കേലിന് ലഭിച്ച വെളിപ്പാടാകുന്നു എന്നത്രേ. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായവും
വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളും തമ്മിൽ വിസ്മയകരമായ ഒരു സാമ്യം നമുക്ക് കാണുവാൻ സാധിക്കും. നാം മുമ്പോട്ട് പഠിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ ദർശനം കൈകാര്യം ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ജോൺ കാൽവിൻ എന്ന വേദശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു: ഈ ദർശനം ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ ഇതിൻ്റെ അവ്യക്തത, അതായത് സ്പഷ്ടമില്ലായ്മയും, എന്നാൽ ഒരു വിധത്തിൽ എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഞാൻ സമ്മതിക്കും. നന്നായിരിക്കുന്നില്ലേ? ഇതിൻ്റെ പഠനത്തെ സംബന്ധിച്ച് അത്രമാത്രമേ എനിക്കും പറയുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രസ്താവനയോട് ചേർന്ന് ഞാനും ശ്രമിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനും ശ്രമിക്കുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുമായി പങ്കുവെക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം. എന്തൊക്കെയായാലും ഈ ദർശനം ഈ വർത്തമാനകാലത്തെ, അതായത് ഈ യന്ത്രവൽകൃത യുഗത്തെ സംബന്ധിച്ചുള്ളതല്ല എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. യെഹെസ്കേൽ കണ്ട ചക്രത്തിന്മേൽ ചക്രം എന്നുള്ള ദർശനം ഇന്നത്തെ വിമാനത്തെ സംബന്ധിച്ചുള്ള പ്രവചനമല്ല. വിമാനത്തിൻ്റെ ആദ്യ രൂപം, അതായത് പഴയ പ്രൊപ്പല്ലർ വിമാനം ആദ്യം വികാസം പ്രാപിച്ചപ്പോൾ അനേകം പ്രവചന അധ്യാപകർ അന്ന് പറഞ്ഞത് അത് ഈ ദർശനത്തിൻ്റെ, അതായത് യെഹെസ്കേൽ കണ്ട ദർശനത്തിൻ്റെ നിവൃത്തിയാകുന്നു എന്നത്രേ. ഇന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എവിടുന്നെങ്കിലും ഒരു വാക്യം എടുത്ത് അതിതാകുന്നു അതാകുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഓർക്കണം, ഇന്ന് നമുക്ക് ജെറ്റ് വിമാനങ്ങളുണ്ട്. അതിനാണെങ്കിൽ ഈ ചക്രത്തിന്മേൽ ചക്രമില്ലതാനും. അപ്പോഴെങ്ങനെയാണ് ഈ വ്യാഖ്യാനം അതിനോടൊത്തു വരുന്നത്? ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ബാലിശവും അപക്വവുമാകുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അത് പ്രവചനത്തെ മതിപ്പില്ലാത്തതാക്കി തീർക്കാനേ സഹായിക്കൂ. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നാം ദൈവസിംഹാസനത്തിൻ്റെ തത്വം കണ്ടു. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ നാം ദൈവസിംഹാസനത്തിൻ്റെ പ്രവൃത്തി കണ്ടു. എന്നാൽ യെഹെസ്കേലിൽ നാം കാണുന്നത് ദൈവസിംഹാസനത്തിലെ വ്യക്തിയെയാണ്. എത്ര മനോഹരമല്ലേ? എന്നാൽ ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ, ഇവിടെ ദൈവം തന്നെ ഈ ദർശനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഞെട്ടിപ്പോയല്ലേ? മറിച്ച് ദൈവമഹത്വത്തിൻ്റെ ഒരു വെളിപ്പാടാണ് ഇവിടെ, അതായത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ദർശനം. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ തേര് കാലത്തിലൂടെ ജയോത്സവമായി തടുക്കാനാവാത്തതായി മുന്നോട്ട് വരുന്നതാണ്. വാസ്തവത്തിൽ ഈ ദർശനത്തെ ശ്രദ്ധിച്ചപ്പോൾ ഒരു വസ്തുത എന്നെ അത്ഭുതപ്പെടുത്തി. അതിൽ ദൈവം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്, ആ തേരിൽ. എന്നാൽ അതിനകത്ത് 4 ജീവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കെരൂബുകൾ. അതുകൂടാതെ അതിൽ ഒരു സിംഹാസനത്തിൻ്റെ രൂപമുണ്ടായിരുന്നു. അതിലൊരു മനുഷ്യൻ. ദൈവത്തെ സംബന്ധിക്കുന്നതായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉന്നതമായ ദർശനമാകുന്നു ഇത്. ഇത് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വളരെ മനസ്സിൽ പതിക്കുന്ന ഒരു ഭാഗമാകുന്നു. അതിൻ്റെ ചില വസ്തുതകളൊന്ന് ശ്രദ്ധിക്കുക. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ ഞാനൊന്ന് വായിക്കാം. യെഹെസ്കേൽ 1:1. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. 30-ാം ആണ്ടെന്നത് യെഹെസ്കേലിൻ്റെ അപ്പോഴത്തെ പ്രായത്തെ സൂചിപ്പിക്കുന്നതാകാം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അവൻ ദൈവിക ശുശ്രൂഷയിൽ പ്രവേശിച്ചതും ഇതേ വർഷത്തിലാകണം. ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ എനിക്ക് നൽകാൻ അറിയില്ല. പല വേദ പണ്ഡിതരുടെയും ചിന്താഗതിയും ഇതുതന്നെയാണ്. ഞാൻ പറയുന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ബാബേലിലെ യഹൂദ പ്രവാസികൾ കെബാർ നദീതീരത്ത് വിലപിക്കുമ്പോഴാണ് യെഹെസ്കേൽ ദൈവത്തിൻ്റെ ദർശനം കാണുന്നത്. 137-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ജനത്തിൻ്റെയും പ്രവാചകൻ്റെയും അവസ്ഥയത്രേ നാം ഇവിടെ കാണുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര വിപരീതമായൊരവസ്ഥ, വിലാപവും ദർശനവും. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യെഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ. ഈ സമയത്ത് യെരുശലേമിൻ്റെ നാശം സംഭവിച്ചിട്ടില്ല. അത് പിന്നീട് സിദെക്കീയാവിൻ്റെ കാലത്താണ് സംഭവിച്ചത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി.
അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി എന്ന്. യെഹെസ്കേൽ ലേവി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. മിക്കവാറും അതിൻ്റെ പുരോഹിത ശാഖയിൽ ഒരുപക്ഷെ കെഹാത്തിൻ്റെ വംശത്തിലാകാം യെഹെസ്കേൽ പിറന്നത്. അവൻ ബൂസിയുടെ മകനാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. കെബാർ നദി യൂഫർട്ടീസ് നദിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു പ്രധാന കനാലാണ്. ആ പ്രദേശത്തെ ജലസേചനം ചെയ്തിരുന്നത് ഈ കനാലിലൂടെയായിരുന്നു. നിശ്ചയമായും യഹൂദ പ്രവാസികൾ അവരുടെ നാട്ടിലെത്തും വരെയും പാർപ്പിച്ചിരുന്നത് ഇവിടെയായിരിക്കും. ബാബേലിൽ നിന്നും ചില മൈലുകൾ ദൂരെയായിരുന്നു ഈ സ്ഥലം. ദാനിയേലിനും യെഹെസ്കേലിനും ഒരുമിച്ച് ഒന്നിരുന്നൊരാഹാരം കഴിക്കാനുള്ള അവസരം കിട്ടാതെ പോയതും ഈ പറഞ്ഞ കാരണത്താലാകാം. ദാനിയേൽ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടാകാം. കാരണം അവൻ ഈ പറഞ്ഞ സമയത്ത് രാജകൊട്ടാരത്തിലൊരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നുവല്ലോ. പക്ഷേ ദാനിയേലിനെ സന്ദർശിക്കുവാൻ യെഹെസ്കേലിന് അനുവാദം കിട്ടിയിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ് വരുന്നത് കണ്ടു. അകലെ വടക്ക് ഒരു ശൂന്യസ്ഥലമുണ്ടെന്നും ദൈവ സാന്നിധ്യത്തിലേക്കുള്ള ദിശ അതാണെന്നുമുള്ള ധാരണ വെച്ച് പുലർത്തുന്ന അനേകരുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ആധുനിക റേഡിയോ ഇലക്ട്രോണിക് ദൂരദർശിനിയിൽ കൂടി നോക്കുമ്പോൾ അങ്ങ് വടക്ക് നക്ഷത്രങ്ങളുണ്ട്. അവിടെ ശൂന്യമല്ല എന്ന് ഇന്ന് നമുക്കറിയാം. എന്നിരുന്നാലും വടക്ക് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദിക്ക് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ പലപ്പോഴും ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ സാത്താൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ നാം അവിടെ കാണുന്നതും ഈ വടക്കാണല്ലോ. യെശയ്യാവ് അത് പറയുമ്പോൾ ഇതേക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്ന ആശയം അതത്രേ. തെക്ക് ദിക്കിലേക്ക് ചൂണ്ടുന്നതിന് പകരം മുകളിലേക്ക് നോക്കുക. ദൈവസിംഹാസനം ഏതെങ്കിലും ദിക്കിനോട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല, അത് അതിന് വെളിയിലാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. നാം ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദിശ അതാണ്. 75-ാം സങ്കീർത്തനത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നതും, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്, കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയാത്ത ഏക ദിക്ക് വടക്കാണ്. ശ്രദ്ധിച്ചോ? അതുകൊണ്ട് ഞാൻ ഇതേക്കുറിച്ച് പറയുന്നത് അത് മേലെയാണ് എന്നത്രേ. ഉയരത്തിൽ ദൈവസിംഹാസനം അവിടെ ആ ബഹിരാകാശത്തിനപ്പുറം ഉയരത്തിലാണ്. വടക്ക് നിന്നുള്ള ഈ കൊടുങ്കാറ്റ് പിന്നെ സൂചിപ്പിക്കുന്നത് ദൈവസിംഹാസനത്തിൽ നിന്നുള്ള ഭയങ്കരമായ ചലനത്തെയാണ്. അത് ദൈവത്തിൽ നിന്നുള്ളൊരു ന്യായവിധിയാകും. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. നാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാകുന്നു എങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതത്രേ: ചുറ്റുമൊരു പ്രകാശം. ഇത് വെളിപ്പെടുത്തുകയും മൂടിവെക്കുകയും ചെയ്യുന്നു. ഇത് സൂര്യനേക്കാൾ ശക്തിയേറിയ പ്രകാശമാണ്. ഒരുപക്ഷെ ഇതിനെ ഒരു അണുവിസ്ഫോടനത്തിൻ്റെ കേന്ദ്രമായി താരതമ്യം ചെയ്യാവുന്നതാണ്. അതൊരു ഉജ്ജ്വല പ്രകാശമായിരുന്നു, ഒരു മിന്നൽ പോലെ. ദൈവവചനം പറയുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു എന്ന്. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന ദൈവം വെളിച്ചമാകുന്നു എന്ന്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മാനസാന്തരത്തിൻ്റെ സമയത്ത് കണ്ട വെളിച്ചത്തെക്കുറിച്ച് പറയുകയാണ്. സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് തന്നെയും കൂടെയുണ്ടായിരുന്നവരെയും ചുറ്റി മിന്നി എന്ന്. ഇതൊക്കെയും വ്യക്തമാക്കുന്നത് അടുത്തുകൂടാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. 5-ാം വാക്യം കൂടി ഞാൻ നോക്കട്ടെ. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. നോക്കുക, 5-ാം വാക്യവും 26-ാം വാക്യവും ഒരു മനുഷ്യൻ്റെ സാദൃശ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ദൈവം മനുഷ്യനായി തീർന്നതിൻ്റെ, ദൈവം മനുഷ്യരൂപമെടുത്തതിൻ്റെ യാഥാർത്ഥ്യത്തെ. എത്ര ഉന്നതമായ ദർശനങ്ങളാണ് ഈ പ്രവാചകനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക്
വളരെ താല്പര്യത്തോടെ ഈ പുസ്തകം പഠിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമഹത്വം ദർശിക്കുക എന്നുള്ളതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു വഴി. മരുഭൂമിയുടെ നടുവിൽ മോശയും പത്മോസ് ദ്വീപിൽ യോഹന്നാനും ആത്മാവിൽ ബലപ്പെട്ടത് ഇതേ ദൈവമഹത്വം ദർശിച്ചായിരുന്നു. ഈ മഹാദൈവത്തിൻ്റെ ദർശനം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈ പഠനത്തിൽ ഞങ്ങളോട് ചേർന്നിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.